അവർ പോകുന്നത് തടയാൻ നമ്മൾക്ക് യാതൊരു റൈറ്റുമില്ല. അവർ പോകുന്നത് വാസ്തവത്തിൽ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വിദേശത്ത് ചെന്ന് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി കിട്ടും. ആ ജോലിയാണെങ്കിൽ നന്നായിട്ട് പേയ്മെൻ്റ് ഉള്ള തരത്തിലുള്ളതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോവുക, ഏതെങ്കിലും രീതിയിൽ അവിടെ ഉള്ള ഒരു കോഴ്സ് ചെയ്യുക, അതനുസരിച്ചിട്ട് അവിടെ ഒരു ജോലി സമ്പാദിക്കുക. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ് എന്ന് ധരിച്ചിട്ടാണ് അവർ പോകുന്നത്. പിന്നെ ഇതിന് പിന്നിൽ പല റാക്കറ്റ് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന പ്രോമിസസ് അതൊക്കെ വിശ്വസിച്ച് അവർ പോവുകയാണ്. അപ്പം ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് അത് CM കൺവിൻസ്ഡ് ആണ് ആ കാര്യത്തിൽ. ഞാൻ പറഞ്ഞത് ഇത് ഈ പോകുന്ന കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു അജണ്ട നമുക്കുണ്ടാവാൻ പാടില്ല. അതേസമയം കുട്ടികൾ പോകുന്നത് ഏതെങ്കിലും ട്രാപ്പിൽ കുടുങ്ങിപ്പോകുന്നുണ്ടോ, എന്താണ് അവരുടെ ലിവിങ് എൻവയോൺമെൻറ്റ് തേറെ, അവിടെ എങ്ങനെയാണ്, പിന്നെ അവിടെ അവർക്ക് ജോലി കിട്ടുന്ന എന്താണ് അവരുടെ സിറ്റുവേഷൻ, അത് മിസറബിളായി പോകുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള ചില നിയമങ്ങളാണ് ഇവിടെ വേണ്ടത്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അങ്ങനെ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് അധികം താമസിയാതെ അത് അസംബ്ലിയിൽ വരുന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഡിസ്ക്ലോഷർ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരേ ഏജൻസി വർക്ക് ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പാടില്ല. ഏജൻസി ഷുഡ് ഡിസ്ക്ലോസ് എന്തൊക്കെയാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്, അതിൻ്റെ ബേസിസ് എന്താണ്. ദേ ഷുഡ് ബി ആൻസറബിൾ ടു എ ബോഡി. അപ്പോൾ നോർക്ക ആയിക്കോട്ടെ, ഏത് വേണമെങ്കിൽ സൂപ്പർവൈസ് ചെയ്യട്ടെ, പക്ഷേ അത് ഒരു ലൈസൻസ്ഡ് ആക്ടിവിറ്റി ആയിരിക്കണം. പിന്നെ ഈ തരം ഡിസ്ക്ലോഷർ അവർ നടത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നടത്തിയ ഡിസ്ക്ലോഷർ തെറ്റിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ പറ്റും. ഈ തരത്തിൽ കുട്ടികളുടെ വെൽഫെയർ ഉറപ്പുവരുത്തുക എന്നല്ലാതെ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിനെ നിങ്ങൾ ഒരു കാരണവശാലും തടയരുത്. അതേസമയം അവിടെ ഇപ്പോൾ ഇവിടുന്ന് ഒരു ആൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ PF കിട്ടിയ പൈസ, പെൻഷൻ കമ്മ്യൂണിറ്റി ഇത് പൈസ, ഇതൊക്കെ കൂടി ചിലവഴിച്ചിട്ട് കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. കാരണം അവരൊരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് അവിടെ ജോലി കിട്ടും, അപ്പോൾ എല്ലാവർക്കും കൂടി മൈഗ്രേറ്റ് ചെയ്യാം, അപ്പോൾ എല്ലാവർക്കും ജോലിയായി. കാനഡയൊക്കെ അങ്ങനെയുള്ള സ്ഥലമാണ്. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ സീസണിൽ തന്നെ. കഴിഞ്ഞ ഒക്ടോബറിൽ പോയപ്പോഴേ ഒരു ചെറിയ റൂമിൽ 9 പേരാണ് കുട്ടികൾ. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചു. അവർ സോഷ്യൽ വർക്കിന് ആളുകളെ എടുക്കുന്നുണ്ട്, പക്ഷേ അതൊരു ഗ്ലോബൽ ലെവൽ കോമ്പറ്റീഷനിൽ കൂടിയാണ്. അല്ലാതെ അവർ പഠിപ്പിച്ച് അവിടുന്ന് സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തിറങ്ങിയവരല്ല. ഈ അവിടെ പിന്നെ പഠിച്ച് പുറത്തിറങ്ങുന്ന എല്ലാവർക്കും അതുകൊണ്ട് വർക്ക് പെർമിറ്റ് കിട്ടില്ല. യു ഹാവ് ടു പ്രൂവ് യുവർ കോമ്പിറ്റൻസ്. അത് അവിടെ പഠിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യം മാത്രമല്ല. പിന്നെ അവിടെ പഠിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയാണ്. അത് കാനഡ ആയാലും ശരി, ഏത് UK ആയാലും ശരി, എവിടെയായാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് ആൻഡ് അക്വയറിങ് കോമ്പിറ്റൻസ് അതാ. നിങ്ങൾ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ താഴ്ന്ന ഗ്രേഡോട് കൂടിയിട്ട് പാസ്സായി വന്നു എന്നുള്ളത് താഴ്ന്ന ഗ്രേഡ് തന്നെയാണ്. പിന്നെ ആ ആൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടില്ല അവിടെ. പിന്നെ വർക്ക് ചെയ്യാം, എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള കണ്ടീഷൻ കൊടുക്കുന്നത്. ഞാൻ ഒരു 3 വർഷം ഇവിടെ നിന്നിട്ട് ഞാൻ ഇതിൽ തന്നെ എൻ്റെ സെമസ്റ്റർ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ക്വാളിറ്റി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ താമസിക്കണം. അപ്പോൾ ദാറ്റ് ഈസ് പെർമിഷൻ ടു സ്റ്റേ. അപ്പോൾ ആ പെർമിഷൻ കൊടുക്കുന്നത്, അപ്പോൾ ആ പീരിയഡിൽ ഏതെങ്കിലും പിന്നെ വൃദ്ധരെ സഹായിക്കാനോ, അൽഷൈമേഴ്സ് അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിൻ്റെ കെയർ, അപ്പോൾ അങ്ങനെ അവിടെ ഡിമാൻഡുള്ള പല സംഗതികളുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ചില ആൾക്കാർ, അവരെ ശുശ്രൂഷിക്കുക, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. അത് പിന്നെ താഴെ ലെവലിലേക്ക് വരുവാന്ന് സെർവൻസ്. ഒരുപാട് പേര് ഹോട്ടലിൽ വെയിറ്റേഴ്സ് ആയിട്ട് ഈ തരത്തിലുള്ള പല ജോലികളിലേക്കാണ് അവർ പോകുന്നത്.
അത്തരം ജോലി ചെയ്യുന്നതിനനുസരിച്ച് അവരെന്താണ് അവിടെ പഠിച്ചത് അതിൽ നിന്നുള്ള അക്കാഡമിക് ഡിസ്റ്റൻസ് കൂടി വരും. ഈ കുട്ടികൾ പോകുന്നത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ ഒരു എന്താ പറയാ ക്വാളിറ്റി കൊണ്ടുകൂടിയല്ലേ ഈ പോക്ക്? ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രിപ്പയർഡ്നെസ്സിൻ്റെ പ്രശ്നമാണ്. 90% സ്റ്റുഡൻസ് ദേ ഡു നോട്ട് നോ വാട്ട് ഈസ് ക്വാളിറ്റി. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അറിയാമെങ്കിൽ ദേ വുഡ് ഹാവ് അക്വയർഡ് ക്വാളിറ്റി ഓഫ് ലേണിംഗ്. ക്വാളിറ്റി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നൊരു സാധനം അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വിലയിരുത്താനുള്ള ഒരു കഴിവുള്ളവരല്ല ഈ കുട്ടികളാരും. പിന്നെ കുട്ടികൾക്ക് കുറച്ചെങ്കിലും ഒരു വകതിരിവ് വരുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. ഇപ്പോഴും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ക്ലിനീഷ്യൻസിനോട് കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിൽ ക്ലിനീഷ്യൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിൽ. അത് പുറത്തുള്ള പല ആളുകൾക്ക് അറിയുകയും ചെയ്യാം. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ ഇവിടുന്ന് പുറത്ത് ഉക്രൈനിലോ ചൈനയിലോ ഒക്കെ പോയി പഠിച്ചു വന്നാൽ ഇവിടെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ അവർ ഇവിടെ ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. വളരെ സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. ഇവിടെ ഇല്ലാത്തത് അവർക്ക് ലേണിംഗ് എന്നുവെച്ചാൽ ലേണിംഗ് ബെഡ് സൈഡ് ലേണിംഗ് സീരിയസ് ആയിട്ടുണ്ട്. ലോകത്ത് ഒരു സ്ഥലത്തും സാധ്യമല്ലാത്ത രീതിയിൽ ഒരു ദിവസം തന്നെ 100 കണക്കിന് പേഷ്യൻസാണ് ഓരോ ഹോസ്പിറ്റലിലും ഈ കാഷ്വാലിറ്റിയിൽ കൂടിയൊക്കെ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ വാർഡിലൊക്കെ ചെന്നാൽ അവർക്ക് ഡോക്ടേഴ്സിന് കിട്ടുന്ന ഒരു ഒറ്റ വർഷം കൊണ്ട് ഒരു വെറും MBBS ആയിട്ട് കടന്നു വന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് അത് വേറൊരു സ്ഥലത്തും സാധ്യമല്ല. ഇത്രയധികം രോഗികളില്ലല്ലോ, ഇത്രയും വലിയ പോപ്പുലേഷനില്ല. അപ്പോൾ ആ തരത്തിലുള്ളൊരു ക്വാളിറ്റി ഫിസിഷ്യൻ നമുക്ക് വേറെ സ്ഥലത്ത് കാണില്ല. ഇതല്ല എൻജിനീയറിങ്ങിൻ്റെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണൽ ഫീൽഡിൽ ഇവിടെ മറ്റ് ചില ഇക്കണോമിക് ഇൻട്രസ്റ്റും കൂടി ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഡോക്ടറാവണം എന്നുള്ള രീതിയുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പല സ്ഥലങ്ങളും ഇവർ ക്വാളിറ്റി നോക്കുന്നുണ്ട്. ക്വാളിറ്റി നോക്കുന്നത് തന്നെ ഈ അർത്ഥത്തിലാണ്. ഇവിടുത്തെ ഒരു MBBS എടുത്തു കഴിഞ്ഞാൽ അത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ടെസ്റ്റ് എഴുതാനും പിന്നെ ഇവിടെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ നടത്താനും ഒക്കെയുള്ള അതിൻ്റെ സാധ്യതകളും ഒക്കെ അവർക്കറിയാം. ദേ ആർ അണ്ടർസ്റ്റാൻഡിങ് ക്വാളിറ്റി. അതല്ലാതെ ജനറലായിട്ടുള്ള വിഷയങ്ങളിൽ അവർക്ക് ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ, പഠിച്ച ജോലി കിട്ടും. അല്ലാതെ ദേ ആർ നോട്ട്. ഇപ്പം ക്വാളിറ്റി എന്നുള്ള സാധനം തന്നെ അവരുടെ എംപ്ലോയബിലിറ്റിനെ പറ്റിയിട്ടല്ല അവർ ആലോചിക്കുന്നത്. ഇവിടെ എന്ത് പഠിച്ചാൽ ജോലി കിട്ടും, എന്ത് പഠിച്ചാൽ ജോലി കിട്ടും, എന്തിൽ ഡിഗ്രി എടുത്താൽ ജോലി കിട്ടുമെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഏത് വിഷയമായാലും പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം എന്നുള്ള സംഗതി അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് വിഷയം പഠിച്ചാലും ഈ 4 ക്വാളിറ്റീസ് അവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോലിയിൽ ഒരു 70-75% ജോലി അത്തരക്കാർക്കുള്ളതാണ്. ഒന്ന് അനലിറ്റിക്കൽ ഫാക്കൽറ്റി. എന്ത് വിഷയം ആയിക്കോട്ടെ ആ വിഷയം പഠിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് അനലിറ്റിക്കൽ ഫാക്കൽറ്റി ഉണ്ടായിട്ടുണ്ട്. കോംപ്രിഹെൻഷൻ തന്നെ അനലിറ്റിക്കൽ കോംപ്രിഹെൻഷൻ. രണ്ടാമത്തേത് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ അക്കാഡമിക് ലാംഗ്വേജ്. ഏത് വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. നോളജ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ നോളജ് ലാംഗ്വേജിനെ കോമൺ സെൻസിക്കലായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എസ്കവേറ്റ് എന്നുള്ള ടെക്നിക്കൽ ടേം ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. അതുകൊണ്ട് ഡിഗ് മതി. ഡിഗിങ് അതുപോലെ ഒരു സർജറി എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ സാധാരണ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാർ സർജറി എന്നൊന്നും പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല. കട്ടിങ്, അതെ, കട്ടിങ് ദി ബോഡി. അപ്പോൾ എസ്കവേറ്റ് എന്ന് പറയുന്നത് ഒരു സർജിക്കൽ കെയർ ഓട് കൂടിയിട്ട് ഒരു ആർക്കിയോളജിക്കൽ റിമെയിൻസ് ഉള്ള സ്ഥലം കുഴിക്കലാണ്. അവിടെ ചേമ്പ് കിളയ്ക്കുന്ന മാതിരി കിളയ്ക്കലല്ല. അത് ഡിഗിങ്, ഇറ്റ്സ് നോട്ട് ഡിഗിങ് കൊളക്കേഷ്യ, ബട്ട്
എക്സ്കവേറ്റിംഗ് എ സൈറ്റ്. കാരണം എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ തെളിവിനെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുകയാണ്. ആ മൗണ്ടിൻ്റെ പോലെ പിന്നീട് അത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ഒരു മെറ്റിക്കുലസ് കെയർ ആൻഡ് അറ്റൻഷൻ ആ ഇതിൽ വേണം. അത്തരം ഡിഗിങ്ങിനെയാണ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ അതൊക്കെ ജാർഗണാണ്. നിങ്ങൾ ഈ ഡിഗിങ് ഓർത്താൽ മതി. ഡിഗിങ് ആർക്കിയോളജിക്കൽ റിമെയിൻസ് അതോടുകൂടി തന്നെ പോയി താഴോട്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ തരത്തിലൊരു ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജ് പാക്ഡ് വിത്ത് ടേംസ്. അതിനെ വേർഡ്സ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വേർഡ്സ് ഹാവ് സിനണിംസ്, ടേംസ് ഡു നോട്ട്. ഒരു ടേം എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടൊരു കൺസെപ്റ്റിനെ സിഗ്നിഫൈ ചെയ്യുന്നതാണ്. വേർഡ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് എ വേർഡ് ഓഫ് സെമാൻറ്റിക്സ്. അത് അർത്ഥങ്ങളുടെ ഒരു ലോകം തന്നെയാണ്, ഈ ഭർതൃഹരി പറഞ്ഞ മാതിരി. അതല്ല ടെക്നിക്കൽ ടേമിൻ്റെ വേർഡിൻ്റെ സെമാൻറ്റിക്സും ഈ ടെർമിനോളജിയുടെ സെമാൻറ്റിക്സും രണ്ടാണ്. അതുകൊണ്ടാണ് ഈ ടെക്നിക്കൽ ലാംഗ്വേജ്. അപ്പോൾ ഒരു കുട്ടിക്ക് ആ ഒരു ഫാക്കൽറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അക്കാഡമിക് ലാംഗ്വേജ് ഉണ്ട് ആ കുട്ടി സംസാരിക്കുമ്പോൾ. മൂന്നാമത്തേത് എന്താണ് ഇതിൻ്റെ അപ്ലൈഡ് കോണ്ടെക്സ്റ്റ്, വേർ ഡസ് ഇറ്റ് അപ്ലൈ. അതറിയാമെങ്കിൽ ഈ കുട്ടിക്ക് ഇൻസൈറ്റ് ഉണ്ടാവും. വാട്ട് ഈസ് ഗോയിങ് ഓൺ അറൗണ്ട് മീ, വാട്ട് ഈസ് ദെയർ, വാട്ട് ഈസ് ഔട്ട് ദെയർ. ഇത് മനസ്സിലാക്കുന്നതോടുകൂടി ആ കുട്ടി ആ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് ആ വിഷയം ഇൻ പ്രാക്ടീസ് എന്താണ്. അതാണ് എന്ത് സബ്ജക്റ്റ് ആയിക്കോട്ടെ. പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ അത് ഇത് ഓർത്തിരിക്കാൻ മാത്രമുള്ള സാധനമല്ല. വാട്ട് ഈസ് ദി പൊളിറ്റിക്കൽ പ്രോസസ്സ് അറൗണ്ട്. എനിക്കത് സാധാരണക്കാരന് മനസ്സിലാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചില ഇൻസൈറ്റോടുകൂടി കാണാൻ കഴിയുന്നുണ്ടോ. ഇതൊക്കെയാണ് ആ കോമ്പിറ്റൻസ് ആണ് മറ്റൊരു സംഗതി. പിന്നെ അടുത്തത് ഞാൻ എന്തിനു കൊള്ളാം, അതാണ് നാലാമത്തെ. ഐ ആം ക്ലിയർ വേർ ഐ ഫിറ്റ് ഇൻ, വാട്ട് ഐ ക്യാൻ ഡു, വിച്ച് ഈസ് മൈ വർക്ക് പ്ലേസ്, ഐ നോ ഇറ്റ്. അപ്പോൾ അയാൾ ആ തരത്തിൽ അയാൾ നീങ്ങിയിരിക്കും. ഈ 4 ഗുണങ്ങളുള്ള ഒരാൾക്ക് ആണ് ഏത് തൊഴിലായാലും വേണ്ടത്. യുവർ ഫീൽഡ് യു നോ ഇറ്റ്. ഈ കഴിവുകൾ ഉള്ള ആൾക്കല്ലാതെ ഒരു നല്ല ജേർണലിസ്റ്റ് ആവാൻ കഴിയില്ല. മെഡിക്കൽ കോഴ്സസിൻ്റെ ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു. എഞ്ചിനീയറിംഗ് കോഴ്സസിൽ നമ്മൾ കാണുന്നത് ഒരുപാട് സീറ്റ്സ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു. അത് എന്താണ്, എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? കാരണം എന്താ വെച്ചാൽ ഈ എൻജിനീയറിംഗ് കോളേജസ് പ്രൊഡ്യൂസ് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്. ഇപ്പോൾ ഒരു 100 എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് പുറത്ത് വരുമ്പോൾ 1 or 2 എൻജിനീയേഴ്സ് ആയിരുന്നു വരും. ദേ ആർ നോട്ട് പ്രൊഡ്യൂസിങ് എൻജിനീയേഴ്സ്. അതേസമയത്ത് ഈ കുട്ടികളിൽ തന്നെ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രി കൂടെ എൻജിനീയറിംഗ് കോളേജിൽ പോയവർ അവർ മുഴുവൻ പേര് എൻജിനീയേഴ്സായിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. കാരണം അവർ എൻജിനീയറിംഗ് പ്രോസസ്സിൽ കൂടെ കടന്നു വരുന്നവരാണ്. മറ്റവർ മിക്കവാറും ഈ ഇക്വേഷൻസും സംഗതികളും പഠിച്ചു വച്ചിരിക്കുക. അപ്പോൾ ഒരു ആവറേജ് ഓർത്ത് വയ്ക്കുന്നേ ഉള്ളൂ അവർ. ക്യാൻ യു റിമെമ്പർ ദി ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ആർ യു ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ദി തോട്ട് പ്രോസസ് ത്രൂ ദിസ് ഇക്വേഷൻ. ഈ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതായി പോവുക സ്റ്റുഡൻസിൻ്റെ ഇടയിലായാലും അങ്ങനെ. അപ്പോൾ അതോടുകൂടി തന്നെ ഇതിൻ്റെ സംഗതി അങ്ങ് പോവും. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ വളരെ സ്കോളർലി ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എപ്പോഴും ഈ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഈ ലെഫ്റ്റിസ്റ്റ് സംവിധാനത്തിൽ വന്നുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ഇതൊരു പവർ ശ്രേണിയിൽ ലാഡറിൽ ഒരു ട്രെയിനിങ് പ്രോസസ്സാണ് എന്നും നിങ്ങൾക്ക് അത് ഇതൊരു കളരിയായിട്ട് കാണാം എന്നൊക്കെയുള്ളൊരു കൾച്ചർ വന്ന് അതാണ് ഈ പറയുന്ന ലുംബനൈസേഷൻ എന്ന് പറഞ്ഞ സാധനം. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അങ്ങനെയുള്ള സംഗതി ഒന്നുമില്ല. ഇത്
യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജുകളിലെ പല സ്ഥലത്തെയും അന്തരീക്ഷം താറുമാറാക്കിയിട്ടുണ്ടായിരുന്നു.